ശ്രീ ജോർജ് ജോസഫ്, ഈ അന്വേഷണത്തിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല. കാരണം എങ്ങനെ വേണേലും സംഭവിക്കാം. ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ, അൻവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഇവിടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് മിസ്സിങ് ആയ ആ ഒരാളുടെ അവിടെ ആയിരിക്കും അന്വേഷിക്കാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ റേപ്പ് കേസ് പറഞ്ഞ അവരുടെ മൊഴി വായിച്ച് കേസെടുക്കേണ്ടി വരും. ഇത് രണ്ടുമാണ് ഇപ്പം അടിയന്തരമായിട്ട് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ആ എടവണ്ണയിലെ ആ വെടിയേറ്റ് കൊന്ന ആളുടെ അത് കുറ്റച്ചാർജ്, അത് അന്വേഷണം വഴിവിട്ട് സഞ്ചരിച്ച് റോങ്ങായ പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. ഏതായാലും അതും ഈ മിസ്സിങ് കേസും ഈ സ്ത്രീയുടെ കേസും വേറെ. ഇപ്പോൾ ഇതിനകത്ത് മരം മുറിച്ച കേസ് ഇനി പോലീസ് എടുക്കണം. കാരണം അവിടെ തെഫ്റ്റാണ്. അത് മരം മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു തെഫ്റ്റാണ്. അതുപോലെ ഈ സ്വർണം പൊട്ടിക്കൽ കേസിന് അത് റിപ്പോർട്ടർ കേസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്ത്. കാരണം അത് ശ്രീ ജോർജ് ജോസഫ്, PV അൻവറിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? അദ്ദേഹം ഓപ്പണായി വന്ന് പറയാണ്, അതും മാധ്യമങ്ങളുടെ മുന്നിലാണ് പറഞ്ഞത്, ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടാൻ ഇതുവരെ നമ്മുടെ കേരള പോലീസ് തയ്യാറായിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ആരോ നമുക്ക് ഈ 3-4 പേരെ കോൺഫറൻസ് ഇട്ട് നമുക്ക് കേൾക്കാവില്ല അറിയാതെ, അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറൊരു ടെക്നോളജി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവും. മറ്റൊരാരും അറിയാതെ 3-4 പേരെ കോൺഫറൻസിൽ ഇട്ടിട്ട് അതൊരു ഒഫൻസീവ് വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം ആരെയാണ് പരിചയമുള്ളവരാണ് അവരുമായിട്ട് ചേർന്നാണോ ഒന്നും നമുക്കിപ്പോൾ. അയാൾ ഫോൺ ചോർത്തിന്ന് തന്നെയാണ് പറഞ്ഞത്. ഫോൺ ചോർത്തിയ ആൾ തുറന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇനി അൻവറിനെ പിണക്കണ്ടെന്ന് കരുതിയാണോ ഫോൺ ചോർത്തിയത്? പിന്നെ അദ്ദേഹം അല്ലല്ല, അത് വിശദീകരിച്ചപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇനി അന്വേഷിക്കേണ്ട ചില വിവരങ്ങൾ കൃത്യമായിട്ട് കിടപ്പുണ്ട് പലയിടത്തും. അതിലോട്ടൊന്നും ഇതുവരെ പോലീസ് വന്നിട്ടില്ല. അതായാലും അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു സോമോട്ടോ കേസ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നടക്കും. പക്ഷേ ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കിപ്പം മനസ്സിലാകുന്നില്ല. അത് നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ അത് ഒരു 2-3 ദിവസം ആയുള്ളൂ. ഇനി ഏത് രീതിയിലാണ് ഈ അന്വേഷണ ടീമിനെ എല്ലാം കൂടെ ഇരുത്തിയിട്ട് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വേറെ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അത് അവിടം കൊണ്ട് വേണേൽ തുടങ്ങാം. പക്ഷേ അതിൽ പോലീസിനത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. നേരത്തെ നമ്മുടെ ഈ ചർച്ചയിലുണ്ടായിരുന്ന ഒരാൾ ഈ അൻവർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, ADGP പറയേണ്ടതാണോ വിശ്വസിക്കുന്നത്, സുജിത് ദാസ് പറയുന്നതാണോ, ഗവൺമെൻറ്റിലെ ശശി അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഒരു ഐഡിയ എത്തും പിടിയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൺഫ്യൂഷനിലാണ്. കാരണം ഇപ്പം മറ്റു ചില വാർത്ത വരുന്ന റിപ്പോർട്ടർ ചാനലിനകത്ത് വന്ന ആ ബ്രേക്കിംഗ് ന്യൂസിൽ ആ സ്ത്രീയുടെ അവർ മറ്റ് ഇതുപോലെയുള്ള പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് ആ ബെന്നിയും മറ്റവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് 2-3 പേരെ അങ്ങനെ പറ്റി പോലീസ് ഓഫീസേഴ്സിനെ പറ്റിച്ച് ഒരു 3 കേസ് തിരുവനന്തപുരത്ത് നിലവിലുണ്ട്. കാരണം അങ്ങനെ അവരുമായിട്ട് ഒന്നിച്ച് നടന്ന് 5-6 മാസം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് തെറ്റി അവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ 3 കേസോളം രൂപയുടെ അങ്ങനെ പെൻഡിങ് ഉണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ രീതിയിലൊരെണ്ണമാണ് ബെന്നി ഇപ്പം പറയുന്നത്. എത്രത്തോളം നമുക്ക് ഇത് നല്ല സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനൊക്കുള്ളൂ. കാരണം DGPക്ക് കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സിന് കഴിയട്ടെ എന്നാണ്. കാരണം അവർ സത്യസന്ധമായിട്ട് അന്വേഷിച്ചില്ല ഇതൊരു CBI കേസിലോട്ട് പോകും ഇനി. കാരണം അതിലേക്ക് വരും. അതുകൊണ്ട് അവർ സത്യസന്ധമായി അന്വേഷിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത്. കാരണം അതിൻ്റെ അകത്ത് മുഖം നോക്കാതെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫാക്റ്റ് എത്താൻ പറ്റുള്ളൂ. കാരണം വളരെയധികം ആരോപണങ്ങൾ, വളരെ സീരിയസായ ആരോപണങ്ങളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ തയ്യാറല്ല. കാരണം ആരോപണമാണ്, എന്തെങ്കിലും ഒരു ഫൈൻഡിങ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതേസമയം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാരണം അദ്ദേഹം അവിടെ മരം മുറിച്ചുകൊണ്ട് പോയ പല ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.
എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. യെസ്.